തമിഴ്നാട്ടിൽ എവിടെ ചെന്നാലും രാജപാളയം നായ്ക്കളെ കിട്ടുമെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. അതിവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന എല്ലാ വെളുത്ത നായ്ക്കളും രാജപാളയമാണെന്ന് തെറ്റിദ്ധരിക്കാറുമുണ്ട്. എന്നാൽ ചെറിയ രീതിയിൽ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് രാജപാളയം നായ്ക്കൾ. പ്യുവർ ബ്രീഡിൽ വലിയ തരത്തിലുള്ള വെള്ളം ചേർക്കലുകൾ നടന്നിട്ടുണ്ട്. എന്താണ് ഇവയ്ക്ക് ഇത്ര ഡിമാൻഡ് എന്ന് ചോദിച്ചാൽ, പാൽ പോലെയുള്ള വെള്ള നിറവും പിങ്ക് മൂക്കും സ്വർണ്ണവർണ്ണമുള്ള കണ്ണുകളും ഒക്കെ അടങ്ങിയ ഇവയുടെ അഴകാണ് പ്രധാന കാരണം. രണ്ടാമതായി ഇവയ്ക്കുള്ള രാജകീയ പാരമ്പര്യവും ഗാർഡിങ്ങിനുള്ള പ്രത്യേക കഴിവുകളും. നായക് രാജവംശത്തിലെ രാജാക്കന്മാരാണ് ആദ്യമായി ഇവയെ വളർത്തി തുടങ്ങിയത്. വന്യമൃഗങ്ങളെ വേട്ടയാടുവാനും കൊട്ടാരത്തിന് കാവൽ നിൽക്കാനും ഒക്കെ വേണ്ടിയായിരുന്നു അത്. മാത്രമല്ല, ഒരു കുതിരയെ പോലെ കുതിച്ചു ചാടാനുള്ള പ്രത്യേക കഴിവും ഇവയ്ക്കുണ്ട്. പോളിഗാർ യുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ പോരാടാൻ തദ്ദേശികരായ സൈനികർ ഈ നായ്ക്കളെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അതിശക്തമായ വേഗതയും ആക്രമണ വീര്യവും ഒക്കെ കൊണ്ട് ബ്രിട്ടീഷ് കുതിരപ്പടയെ പോലും ഇവ വിറപ്പിച്ചിട്ടുണ്ട്. യജമാനോടുള്ള അചഞ്ചലമായ വിശ്വസ്തതയാണ് ഇവയുടെ മുഖമുദ്ര. താൻ സംരക്ഷിക്കുന്ന അതിർത്തിക്കുള്ളിൽ ഒരു അപരിചിതനെ പോലും ഇവ അനുവദിക്കത്തുമില്ല. മറ്റു നായ്ക്കളെ പോലെ അനാവശ്യമായി കുരയ്ക്കുന്ന ഒരു സ്വഭാവം രാജപാളയം നായ്ക്കൾക്ക് കാണാനുമില്ല. ഇവ ഒരു കാഴ്ച വേട്ടക്കാരനാണ്. അതായത് മണത്തേക്കാൾ കൂടുതൽ കാഴ്ചശക്തി ഉപയോഗിച്ചാണ് ഇവ ഇരയെ കണ്ടെത്തുന്നത്. ശത്രുവിനെ കണ്ടാൽ ശബ്ദമുണ്ടാക്കാതെ പതുങ്ങിയിരുന്ന് ആക്രമിക്കുന്നതാണ് ഇവയുടെ ശൈലി. അതുകൊണ്ട് തന്നെ മികച്ച ഒരു ഗാർഡ് ഡോഗായും ഇവയെ കണക്കാക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് നമ്മുടെ ഈ തനദിനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യം രാജപാളയം നായ്ക്കളെ അതിർത്തി കാക്കാനായും ഇപ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഈ ചരിത്രങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ മുതലുള്ള അന്വേഷണമാണ് റൂബന്റെ കെന്നലിൽ എന്നെ എത്തിച്ചത്. ഇവിടെ ഏകദേശം 40-ലധികം പെൺനായ്ക്കളും അവയ്ക്കൊക്കെ കൂട്ടുകാരനായി ഒരു ആൺനായുമുണ്ട്. പ്രധാനമായും ഒരു ബ്രീഡിംഗ് യൂണിറ്റാണ് റൂബൻ ഇവിടെ നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല രാജപാളയം നായ്ക്കളെ വാങ്ങാമെന്നും കരുതി.